നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാളല്ലേ എന്ന്. വിശുദ്ധ അൽഫോൻസയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരുന്ന ഒരു കമൻ്റാണ് ഇന്ന് നമ്മൾ പരിചിന്തനം ചെയ്യുന്നത്. അൽഫോൻസമ്മയോട് സംസാരിക്കുമ്പോഴും അൽഫോൻസമ്മയുടെ കൂടെ ആയിരിക്കുമ്പോഴും ഒരു പ്രത്യേക ദൈവിക സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്ന് അവർ പലപ്പോഴും പറയുമായിരുന്നു. നമ്മളും ഇതൊക്കെ ആഗ്രഹിക്കാറില്ലേ? ഇന്നത്തെ യുവാക്കളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ റേഡിയേഷൻ നമ്മിലൂടെ പകരപ്പെടണമെന്ന്. ഇതിന് ഒരു എളുപ്പവഴി വിശുദ്ധ അൽഫോൻസ തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: നമ്മളൊരു പ്രത്യേക സഹനാനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആകും. എന്നാൽ ദൈവത്തോട് ചേർന്ന് സാവധാനം നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം അറിഞ്ഞാണ് ഇതെൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്ന ബോധ്യത്തോടെ, സ്നേഹത്തോടെ നമ്മൾ സ്വീകരിച്ചാൽ ആ നിമിഷം ദൈവിക മഹത്വം എന്നിൽ വ്യാപരിക്കും. ഗ്ലോറി ഓഫ് ഗോഡ് എന്നെ ചൂഴ്ന്ന് നിൽക്കും. ഇതാണ് റിയൽ ഗോഡ്സ് പ്രസൻസ്. സത്യത്തിൽ വിശുദ്ധ അൽഫോൻസമ്മയേക്കാൾ ഒരുപാട് സഹിച്ചവർ പണ്ടും ഇന്നും ഉണ്ട്. എന്നാൽ അത് എങ്ങനെ സ്വീകരിച്ചു എന്നതാണ് പ്രധാനം. വിശുദ്ധ അൽഫോൻസ തൻ്റെ ഓരോ ജീവിതാനുഭവത്തിലും ഇപ്രകാരം ചിന്തിച്ചിരുന്നു: ഞാൻ എൻ്റെ സ്വർഗീയ അപ്പച്ചൻ്റെ കുഞ്ഞാണ്. അവിടെ നിന്ന് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എൻ്റെ സ്വർഗീയ പിതാവ് അറിഞ്ഞ് അളന്ന് പാകപ്പെടുത്തി തരുന്നതെല്ലാം നല്ല മനസ്സോടെ, സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കും. അതുകൊണ്ട് തൻ്റെ കഠിന രോഗാവസ്ഥയിൽ ഓരോ പാരവശ്യ പീഡകൾക്കും ശേഷം അവൾ ഇങ്ങനെ പറയുമായിരുന്നു: എൻ്റെ നാഥൻ എൻ്റെ ചാരത്തുണ്ട്, ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന്. തിരുസഭാ മാതാവ് ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് നൽകുന്ന വചന സന്ദേശം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യമാണ്. അൽഫോൻസയാകുന്ന ഗോതമ്പുമണി ഈശോ ഒരുക്കിയ ജീവിതാനുഭവങ്ങളുടെ മണ്ണിൽ കിടന്ന് അഴിഞ്ഞില്ലാതായപ്പോൾ അവളിലൂടെ അനേകർ ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ പുഞ്ചിരിയിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, സർവോപരി നമ്മുടെ സാന്നിധ്യത്തിലൂടെ ഏവർക്കും ഈശോയെ പകർന്നു നൽകാം. വിശുദ്ധ അൽഫോൻസമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഏവർക്കും ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.